അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറുത്തല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭാര്യമക്കൾക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സന്തുഷ്ട സമാധാന രോഗശമനത്തോടു കൂടിയുള്ള സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് അവർക്കും എല്ലാവർക്കും ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്ക റബ്ബേ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കു റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമായ പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മിൽ നിന്നും വിട പറയാൻ പോകുകയാണ്. നാം എല്ലാവരും ഈ ശഅബാൻ മാസത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ മാസമായ പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അതായത് മുത്തുനബിയുടെ ഉമ്മത്തിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഓഫർ നൽകിയ ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തുകൾ എടുക്കണം, ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. കാരണം പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ ഒരു സുന്നത്ത് ചെയ്താൽ തന്നെ അതിന് നമുക്ക് ഫർള് ചെയ്തതിൻ്റെ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു തെറ്റിലേക്കും പോകാതെ ഒരു തെറ്റുകളും ചെയ്യാതെ അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ധാരാളം പരിശുദ്ധ ഖുർആൻ ഖതം തീർത്ത് അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് എടുക്കാൻ അല്ലാഹു നാം എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ധാരാളം സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലണം. സ്വലാത്ത് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാം. കാരണം സ്വലാത്ത് ഏത് സ്വലാത്തും ചൊല്ലാം, നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. സ്വലാത്ത് ധാരാളം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് വലിയ വിജയമുണ്ടാകും. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. സ്വലാത്ത് നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കി കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ റമളാൻ മാസത്തിലും ധാരാളം സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ധാരാളം സ്വലാത്ത് ചൊല്ലാനും അതുകൊണ്ട് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമാർഗമായിട്ടുള്ള വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ സൂറത്ത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അനുഭവമുള്ള ഒരു സൂറത്താണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ സൂറത്ത് ഓതിയിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സൂറത്താണിത്.
ഈ സൂറത്ത് ഞാൻ വെറുതെ പറയുകയല്ല, ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ സൂറത്താണ് ഇത്. ഇനി ഏതാണ് ആ സൂറത്ത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാം എല്ലാവർക്കും, ഒരുപാട് ആളുകൾക്കും കാണാതെ അറിയുന്ന, നാം എല്ലാവരും പല സമയത്തും ഓതുന്ന സൂറത്തുൽ ഇൻഷിറാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫർഅബ്. ഈ സൂറത്ത് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന സൂറത്താണ്. ഇത് കാണാതെ പഠിക്കാൻ അധിക പണിയൊന്നുമില്ല. കാരണം ഇതൊരു ചെറിയ സൂറത്താണ്. ഇത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇത് ഓതാം. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ സൂറത്ത് ധാരാളമായിട്ട് ഓതാം. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി പരിശുദ്ധ ഖുർആൻ നോക്കി ഓതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഖുർആനിലേക്ക് നോക്കി ഇരിക്കുന്നതിന് പോലും കൂലിയുണ്ട്. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ച് നിങ്ങൾ അതിലേക്ക് നോക്കി ഓതുകയാണെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ഓതുക. ഇനി കാണാതെ അറിയുന്നവർക്ക് കാണാതെ ഓതുക. ഏറ്റവും നല്ലത് ഖുർആനിലേക്ക് നോക്കിക്കൊണ്ട് ഓതുന്നതാണ്. മഹാന്മാർ പറയുന്നു, ഈ സൂറത്ത് ഓതേണ്ടത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. എല്ലാ ദിവസവും നിങ്ങൾ അത് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം, എല്ലാ ദിക്റുകളും സ്വലാത്തുകളും ദുആകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവസാനം ഈ സൂറത്ത് നല്ല നീയത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ എല്ലാ വക്തും, എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് ഒരു വട്ടം ഓതുക. മഹാന്മാർ പറയുന്നു, ആരെങ്കിലും ഒരാൾ ഈ രീതിയിൽ ഈ സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതിയാൽ അവൻ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ റിസ്ക് വിശാലതയാക്കി കൊടുക്കും. അതായത് സമ്പത്ത് വർദ്ധിച്ചു കൊടുക്കും. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഒരു ജോലിയുമില്ലാതെ, ഒരു പണിയുമില്ലാതെ, കുടുംബം നോക്കാൻ പോലും കഴിയാതെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവർ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും അവർക്ക് സമ്പത്ത് നൽകുന്നത്, പണം നൽകുന്നത്. അപ്പോൾ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഈ സൂറത്ത് ഈ രീതിയിൽ പതിവാക്കുന്ന ആളുകൾക്ക്. മാത്രമല്ല, റിസ്കിൽ വിശാലത എന്ന് പറഞ്ഞാൽ അത് പണം മാത്രമല്ല. കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകും. കല്യാണം ശരിയാത്തവർക്ക് കല്യാണം ശരിയാകും. സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾക്ക് സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു വീട് അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർക്ക് ജീവിതത്തിൽ വസ്ത്രത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ നമ്മുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നാം പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ, നാം പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റി തരും. മാത്രമല്ല, ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഈ രീതിയിൽ ഓതുന്ന ആളുകൾക്ക് അവരുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. മാത്രമല്ല, അവരുടെ സമ്പത്ത് അവർക്ക് നഷ്ടപ്പെടില്ല. ആർക്കും അത് പറ്റിക്കാനോ കളവ് നടത്താനോ സാധിക്കില്ല. അവരുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറി കിട്ടുവാനും
നമ്മുടെ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകാനും ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സന്തോഷവും ബറക്കത്തും റഹ്മത്തും ഉണ്ടാകുവാനും എല്ലാവരും ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ എല്ലാവരും ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവർക്കും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകുവാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.